അസ്സലാമു അലൈക്കും. എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഇതൊരു ഗൗണ് ചെയ്യാനാട്ടോ. ഇത് 3.5 മീറ്റർ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ ഇത് എൽ സൈസിൽ ഒരു ഫുൾ കൈയിൽ ഒരു 1 ഫ്ലെയർ ഒരു സിംഗിൾ ഫ്ലെയറിൽ നമ്മളൊരു ഗൗണ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആദ്യം കൈ എടുക്കുക. ഇപ്പോൾ 3.5 മീറ്ററെങ്കിലും വേണം. ഒരു എൽ സൈസൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 3.5 മീറ്ററെങ്കിലും ക്ലോത്ത് വേണം. ഒരു എക്സൽ ഡബിൾ എക്സൽ ഒക്കെ ആണെങ്കിൽ ഒരു 3.25 വേണം കേട്ടോ. അതേപോലെ ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങേ കാണിക്കണുള്ളൂ, സ്റ്റിച്ചിങ് കാണിക്കാൻ ടൈമില്ല കേട്ടോ. അപ്പോൾ കട്ടിങ് മനസ്സിലായ സ്റ്റിച്ചിങ് ഏകദേശമൊക്കെ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കൈയാണ് കേട്ടോ എടുക്കുന്നത്. കൈ അപ്പോൾ സിംഗിളായിട്ടാണ് ഇതിൻ്റെ ഫ്ലെയർ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കൈ മടക്കി കേട്ടോ, 4ആയിട്ട് മടക്കി. ഓക്കെ, 23 ഇഞ്ച് ഇറക്കത്തിലാണ് കൈ എടുക്കണത് കേട്ടോ. ഇരുപത്തിമൂന്നില് മാർക്ക് ചെയ്തു. നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം കൈയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതലും ഇവിടെ ഇതിൻ്റെ ഈ കരവശം കൂടുതലും ഇവിടെ കുറവുമാണ്. അപ്പം ഞാൻ ഇത് രണ്ടും ഒന്നിച്ചാക്കുകയാണ് കേട്ടോ. ഇതും ഒന്നിച്ചാക്കുകയാണ്. എന്നിട്ട് ഞാനിത് മടക്കി. ഓക്കെ, മടക്കിട്ടോ. ഇവിടെ കുറച്ച് ഞെറിവ് ഇട്ട് കൊടുക്കാനുണ്ടാവും. ഒരു 4 ഞെറിവോളം അങ്ങനെ ഇട്ട് കൊടുക്കാനുണ്ടാവും. ഇവിടെ നമ്മൾ അലാസ്റ്റിക്കിൽ ഒരു ബലൂൺ ടൈപ്പ് കൈയാണ് ഉണ്ടാവുക കേട്ടോ. ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് ഷേപ്പ് ചെയ്യാൻ എടുക്കുന്നത്. താഴെ നമ്മൾ കട്ട് ചെയ്യണില്ല, മുകൾ ഭാഗത്ത് മാത്രം കൈക്ക് ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഈ കരവശം ആദ്യം അടിക്കും. കരവശം അടിച്ചിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇവിടെയാണ് നമ്മൾ അലാസ്റ്റിക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തോട്ട് തള്ളി ഇങ്ങനെ ചുരുങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ കൈക്ക് നമ്മൾ ലൈനിങ് ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പോൾ കൈ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ. യോക്ക് പാർട്ട് എൽ സൈസാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തുണിനെ മടക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം മാർക്ക് ചെയ്യുള്ളൂ. ആദ്യം മടക്കിയെടുത്തു. നമുക്കൊരു 15 ഇഞ്ചെങ്കിലും ഇങ്ങനെ കിട്ടണം. ഓക്കെ, ഇതാ 11 കറക്റ്റാണ്. ആ 11 നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ സ്കേർട്ട് പാർട്ട് ഇത് 3.5 മീറ്ററെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു ഫ്രില്ലിട്ട് വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആകെ നമുക്ക് ഫ്രില്ലിടാനുള്ള ക്ലോത്ത് ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇതിനെ 4ആയി മടക്കുകയാണ്. ഇതിനെ 4ആയി മടക്കി ഇത് മൊത്തം പൊതുവേ നമ്മൾ മൊത്തം ഇങ്ങനെ കട്ട് ചെയ്യും. ഇവിടുന്ന് ഈ തുണി വേണ്ട, പക്ഷെ ഇതൊരു ഷോപ്പിൻ്റെ വർക്കായതുകൊണ്ട് താഴ്വശത്ത് മാത്രമേ കട്ട് ചെയ്യണുള്ളൂ. കാരണം കസ്റ്റമർക്ക് ഇനി ലെങ്ത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ
ഇത് നിന്നോട്ടെ എന്ന് പറയണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരു ഷോപ്പിൻ്റെ റെഡിമെയ്ഡ് വർക്കാണിത്. അതുകൊണ്ടാണ് നമ്മൾ താഴ്വശം ഈ തുണി വെച്ച് കട്ട് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൊത്തത്തിൽ കട്ട് ചെയ്യലാണ് കേട്ടോ. ഇവിടെ മുകൾ ഭാഗത്ത് നമ്മളിത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഫ്രില്ലിടുന്ന ഭാഗം, യോക്കിൽ. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ തുണി കാണാൻ പറ്റൂല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കറക്റ്റ് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രില്ലിടാനുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മൾ യോക്ക് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സെപ്പറേറ്റ് മടക്കുകയാണ്. മുൻ പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യേണ്ടത്. സിബ് വെക്കാനുണ്ടായതുകൊണ്ട് ബാക്കിൽ സിബ് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ ഇങ്ങനെ ചെയ്തു. കളറുകൾ ചോക്കുണ്ടോ? ഇതുകൊണ്ട് 13 ഇഞ്ച് യോക്ക് ലെങ്ത്ത് മതി കേട്ടോ. 13 ഇഞ്ച് യോക്ക് ലെങ്ത്ത് മതി. അപ്പോൾ 13 + 1 14. ഓക്കെ. അപ്പോൾ 14 മാർക്ക് ചെയ്തു. 14 മാർക്ക് ചെയ്തു. പിന്നെ ഷോൾഡർ നമ്മൾ 7 മാർക്ക് ചെയ്യണം കേട്ടോ. ഷോൾഡർ 7. ആം ഹോൾ നമ്മൾ 6 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇത് കറക്റ്റ് ഒരളവല്ലല്ലോ. ഒരു റെഡിമെയ്ഡ് ആകുമ്പോൾ ലേശം കൈക്കുഴിയൊക്കെ ലൂസായിട്ട് തന്നെ കൊടുക്കണം. എന്തിനാന്ന് വെച്ചാൽ ഇതൊരു 10 വരെ അളവുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ താഴ്വശത്തെ ലൂസ് നമ്മൾ 8 ഇഞ്ചാണ് ഇടുന്നത് കേട്ടോ. 8 ഇഞ്ച് യോക്കിൻ്റെ താഴ്വശം 8 ഇഞ്ച്, 1.25 ഇഞ്ച് തുമ്പും. ഇത് വീനക്കാണ് കൊടുക്കുക. നമ്മൾ ബാക്ക് പീസ് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത ഭാഗം ഇങ്ങോട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. 1/2 ഇഞ്ച് പുറത്തോട്ട് തള്ളി നിർത്തട്ടോ. ബാക്ക് ഭാഗം 1/2 ഇഞ്ച് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കണം. ഓക്കെ. ഇനി നമുക്ക് മുൻപീസിനെ മാറ്റി വെച്ചിട്ട് ബാക്ക് പീസിൽ നെക്ക് വരക്കാം കേട്ടോ. നെക്ക് 2.25 അപ്പോൾ 2.25 നമുക്ക് 3 ഇഞ്ച് ഇവിടെ വരക്കാം. കാരണം ഇവിടെ നമുക്ക് സ്റ്റിച്ച് ഇവിടെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നെക്ക് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2.25 4 ഇഞ്ച് കൂടുതൽ വരച്ചിട്ടുള്ളത്. ലെങ്ത്ത് 3.5 ഇഞ്ച് വരച്ചു കേട്ടോ. ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്ര തന്നെ വരച്ചാൽ മതി. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് തന്നെ കിട്ടും. ഓക്കെ. കണ്ടോ? ഇത്ര സ്ഥലം സിബ് വെക്കാൻ വേണ്ടി പോകും. ഇത്ര സ്ഥലം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 2.5 ഉള്ളത് കണ്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.25 കറക്റ്റായിട്ട് വരും കേട്ടോ. ലൈനിങ് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കുക.
സ്കേർട്ട് പാർട്ടിനാണ് ലൈനിങ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്താണ് ആദ്യം നോക്കുക കേട്ടോ. മുപ്പത്തി 6 മതി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 36 എടുക്കാം. ഇത് രണ്ടും കറക്റ്റാക്കി വെക്കുക. എപ്പോഴും നമ്മൾ കൂടുതൽ തുണിനെ കട്ട് ചെയ്യുമ്പോൾ താഴ്വശത്തുനിന്ന് മുകൾ ഭാഗത്തേക്ക് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ കുറേ തുണി വേസ്റ്റ് ആവാതെ കിട്ടും കേട്ടോ. മുപ്പത്താറ് ഇഞ്ച് ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 37 ഇഞ്ച് ലെങ്ത് എടുത്തു. ഓക്കെ, പിന്നെ നമ്മളെ ഷേപ്പ് റൗണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 8 ഇഞ്ചാണ് അല്ലേ. 8 + 1 ഇതിൽ നിന്ന് ഇതിലേക്ക് പിടിച്ചാൽ മതി. നമ്മൾ കട്ട് ചെയ്യാം. ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ സ്കേർട്ട് പാർട്ടിൽ ലൈനിങ് കട്ട് ചെയ്തു. ഓക്കെ, പിന്നെ കൈ ലൈനിങ് വേണ്ട, പിന്നെ യോക്കാണ്. പിന്നെ ഈ തുണി നമുക്ക് നെക്കിന് വീനെക്കിനെ കവർ ചെയ്യാനുള്ളതാണ് കേട്ടോ. വീനെക്കിനെ കവർ ചെയ്യാൻ ക്ലോത്ത്. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത് വെച്ചിട്ട് കറക്റ്റ് കട്ട് ചെയ്യാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നെക്കിൻ്റെ ഒപ്പം കട്ട് ചെയ്യട്ടോ. ഇത് ഓപ്പൺ ആക്കി കൊടുക്കുക. നമ്മളിവിടെ സിബ് വെച്ചിട്ട് നെക്കും ചെയ്താൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും കേട്ടോ.
അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മളൊരു പിന്നെ ഫ്രോക്ക് ചെയ്യുമ്പോൾ, ഒരു ഗൗണ് ചെയ്യുമ്പോൾ നമുക്ക് സിംഗിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഡബിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് 2 പീസാക്കി കട്ട് ചെയ്യും. നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തതിൻ്റെ പകുതി ആക്കുക, അല്ലെങ്കിൽ ഒരു മേൽ പീസ് വലുതും താഴ് പീസ് ചെറുതുമാണെങ്കിൽ അതിനെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതന്നെ സംഭവം. ഇതേപോലെ തന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്താൽ മതി. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ 500 രൂപ മാത്രം അടച്ചാൽ മതി. 6 മാസത്തെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് എല്ലാം പഠിക്കാൻ റെക്കോർഡഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സിൽ ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം. നമ്മൾ ശരീരത്തിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനാണ് പഠിപ്പിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ പുറത്തേക്ക് ചെയ്യാനും നമ്മളത് ചെയ്യാനൊക്കെ കോൺഫിഡൻ്റ് ഇല്ലാത്തത് സ്വന്തമായിട്ട് നമുക്ക് അളവെടുക്കാനോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളോ അറിയാത്തത് കൊണ്ടാണ്. മിക്ക ആൾക്കാർക്കും കട്ട് ചെയ്യാൻ പേടിയുള്ളവരാണ്, ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ ഭയപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരോട് എല്ലാവരോടും പറയാനുള്ളത്, സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, സ്വന്തം ഒരു തൊഴിൽ മേഖല തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലൊക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ആരുണ്ടെങ്കിലും, ഇപ്പോൾ ഈ സ്റ്റിച്ചിങ് പഠനത്തിലൂടെ മുന്നോട്ട് പോയി ഒരു വരുമാന മാർഗം കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 80 86 82 49 49 പറഞ്ഞ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പാൻറ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട്, അരി വർക്ക് ഏതും A to Z എന്ന സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ പഠിക്കേണ്ടത് അതിനാണ് നിങ്ങൾ അഡ്മിഷൻ ഫീ അടക്കേണ്ടത്. ഓക്കെ. കൂടാതെ ഈ മാസം ഡിസംബർ 1 to 31 വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 ഭാഗ്യശാലികൾക്ക് നമ്മൾ മെറിറ്റിന്റെ ഹൈ സ്പീഡ് മെഷീൻ സമ്മാനമായി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജാക്ക് FIV കൊടുത്തിരുന്നത്, അത് കണ്ണൂർ കൂത്തുപറമ്പുള്ള ഒരാൾക്കാണ് കിട്ടിയത്. അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളിൽ 3 ആൾ അത് ഭാഗ്യവാന്മാരാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക, ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.